ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഇന്ത്യൻ ബൈക്സ്. ഇതാ എന്താണ് ഗൈസ്, ഇത് തുടങ്ങിയപ്പോൾ തന്നെ കുഴി വീണു. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് 3D ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് ഇന്ത്യൻ ബൈക്സ് 3D ആണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്പ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മിത്ത് ബസ്റ്റേഴ്സ്. മിത്ത് ബസ്റ്റേഴ്സിന് വേറൊരു പേജുണ്ട്, ബസ്റ്റിംഗ് മിത്സ്. അപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു ബസ്റ്റിംഗ് മിത്സ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ബസ്റ്റിംഗ് മിത്സിൻ്റെ പാർട്ട് 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ബസ്റ്റിംഗ് മിത്സ് നമുക്ക് വിളിക്കാം. കുറേ ആൾക്കാർ മിത്ത് ബസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്, നമുക്ക് ബസ്റ്റിംഗ് മിത്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ബസ്റ്റിംഗ് മിത്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയും കൂടി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മിത്ത് നോക്കാം. ആദ്യത്തെ മിത്ത് എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് വേണം നമുക്ക് ഇവിടെ അങ്ങ് ചെയ്യാം. ആദ്യത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 555 അടിച്ചാൽ ഏതോ ഒരു വണ്ടി വരും. ഓക്കെ, 5555 അടിച്ച് നമ്മുടെ ഗോസ്റ്റ് ഹണ്ടർ ബൈക്ക് വരും. ഈ മിത്ത് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് ഹണ്ടർ ബൈക്ക് ഭയങ്കര പവർഫുള്ളാണ്. ആദ്യത്തെ മിത്ത് ഈസിയാണ്, നമുക്ക് ഗോസ്റ്റ് ഹണ്ടർ ബൈക്കിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് പിസ്റ്റൽ വെച്ച് വെടിവെച്ച്, പിസ്റ്റൽ വെച്ചിട്ടൊന്നും പറ്റുന്നില്ല. AKM വെച്ച് നോക്കാം, എന്നിട്ടും ഒന്നും പറ്റുന്നില്ല. RPG എടുക്കാം, ദൂരെ ഇതെന്തോ വണ്ടി, ഡിഫൻഡറാണ്. കുഴപ്പമില്ല, നമുക്ക് RPG വിട്ട് നോക്കാം. അയ്യോ, ഇതാ അടക്കുന്നു. എന്തുകൂടെ ചുമ്മാതെ വീഴുന്നു, ഇത്രയും ദൂരം നിന്നിട്ടും ചുമ്മാതെ വീഴുന്നു. ഗൈസ്, RPG വിട്ടിട്ടും ഒന്നും പറ്റുന്നില്ല. അയ്യോ, വണ്ടിക്കാരൊന്ന് വേഗം പോവോ. ഇവിടുത്തെ ആൾക്കാർ എന്താണ് ഇങ്ങനെ? എന്തെങ്കിലും ആട്ടെ. എൻ്റെ പൊന്നെ, അത് ഓൾറെഡി കത്തുവാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താലും പറ്റത്തില്ല. നമുക്ക് സ്റ്റിക്കി ബോംബ് ഇട്ടു. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഗൈസ് എന്തെങ്കിലും പറ്റി? ഇല്ല ഗൈസ്, അപ്പോൾ ഈ മിത്ത് കൺഫേം ആണ്. നമ്മൾ നമ്മുടെ എന്താണ് ഈ ഗോസ്റ്റ് ബൈക്കിനെ എന്തൊക്കെ ചെയ്താലും അയ്യോ പൊട്ടിത്തെറിക്കും. പോയി അത് ഓക്കെ ഗൈസ്. അപ്പോൾ അപ്പോൾ ഞാൻ ചെന്ന് അവിടെ ഇടിച്ച ഗോസ്റ്റ് ബൈക്കിൽ, അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ വടിയായി ഡെഡായി. അപ്പോൾ ഇനി രണ്ടാമത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് വാൻ 100 അടിച്ച് സ്പോൺ ചെയ്യുമ്പോൾ ഈ മിനി പോലീസ് വാനും വലിയ പോലീസ് വാനും 101 പോലീസ് വാനും ഈ പോലീസ് വാനിലും ഈ 911 എഴുതിക്കുന്നില്ല, ഈ 911 വെച്ച് നമുക്ക് പോലീസിനെ വിളിക്കും. ഇത് യഥാർത്ഥത്തിൽ US പോലീസിൻ്റെ നമ്പറാണ്. ഇതിപ്പോൾ US കാർ ആയതുകൊണ്ടിരിക്കും. നമുക്ക് 911 അടിച്ചു നോക്കാം. 911 അല്ലേ? അതെ, 911. യെസ് ഗൈസ്, നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ബൈക്ക് സ്പോൺ ചെയ്യും. ഇപ്പോൾ ഞാൻ സ്പ്ലെൻഡർ തന്നെ സ്പോൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ചീറ്റ് പ്രോസസ്സിംഗ് എന്നായിരുന്നു വരുന്നത്. ഇപ്പം 911 അടിക്കുമ്പോൾ എമർജൻസി സർവീസ്. അപ്പോൾ ഈ ഗെയിമിൽ ഇപ്പോൾ പുതിയ നല്ല നല്ല കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമുക്ക് പുതിയ സ്പ്ലെൻഡർ എടുത്തുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയാം. ഇതിനെ ഞങ്ങൾക്ക് കത്തിച്ചേക്കാം, കാരണം ഇതിനിരിക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മിത്ത് നോക്കാം. മൂന്നാമത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുക. അയ്യോ, വഴി തെറ്റി. റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയും തെറ്റി. ഞാൻ എങ്ങനെയാണ് പോകുന്നത്? മൂന്നാമത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വാനോ എന്തെങ്കിലും കാർ സ്പോൺ ചെയ്യുക. റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ ട്രെയിനിൻ്റെ കയറുന്ന സ്ഥലത്ത് വന്നിട്ട് സ്പോൺ ചെയ്യാം. ഇത് ഏത് കാറാ? നല്ല കാറ്. അപ്പോൾ ഇതെടുക്കാം. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞു തന്നത് ഇതാണ്. നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത് കുറച്ച് ഗ്ലിച്ചൊക്കെ ആവുന്ന ഗെയിം. നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വണ്ടി അതിൻ്റെ സൈഡിൽ വെക്കുക, എന്നിട്ട് നമ്മൾ അതിൽ രണ്ടിലും ഒരുമിച്ച് കയറുക. അപ്പോൾ എന്തോ ഗ്ലിച്ച് കിടക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, എന്തോ മാജിക്കോ ഗ്ലിച്ചോ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മിത്ത് ബസ്റ്റേഴ്സോ ബസ്റ്റിംഗ് മിത്സോ ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതെല്ലാം അടുത്തടുത്ത പാർട്ടിലായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാ മിത്സും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് പക്ഷേ പല പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ മിത്ത് ബസ്റ്റേഴ്സ് ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മിത്ത് ബസ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടി തന്നെ പാർക്ക് ചെയ്യാം. ഇച്ചിരി പാടുപെട്ട പണിയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വന്നു. നമുക്ക് രണ്ടിലും ഒരുമിച്ച് കയറാം. എൻ്റെ പണി ഇതെന്ത് ഗ്ലിച്ച്? നമ്മൾ കാറിൻ്റെ പുറത്ത് ഇതെന്ത് സാധനമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? അയ്യോ, ഇന്ത്യയിത് ഇത് കൊള്ളാമല്ലോ. നമ്മൾക്ക് പ്രേതം കാർ കിട്ടി, നമുക്ക് ഇങ്ങനത്തെ കാർ. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പൊന്നി, ഇത് നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. അത് കൊള്ളാം. ഇറങ്ങിയ ഏതാ അടക്കുന്ന എന്തുവാടേ ഈ ഗ്ലിച്ച് കൊള്ളാം, സംഭവം കൊള്ളാം. ഓക്കെ, ഇനി ഇനി നോർമലായിട്ടേ കയറും. അപ്പോൾ നമുക്ക് അടുത്ത മിത്തിൽ പോവും. അടുത്ത മിത്തും റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടാണ്.
അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത മിത്ത് നോക്കാം. അതിന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് അയ്യോ നമ്മളൊരു വണ്ടിയോ നമ്മൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് റെയിൽവേ ട്രെയിനിനെ ഓപ്പൺ ആക്കിയാൽ അതിനെന്തോ പറ്റുമെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. എനിക്ക് മനസ്സിലായില്ല അത് നന്നായിട്ട്. കുഴപ്പമില്ല. നമുക്കപ്പോൾ എന്ത് ചേടാ നമുക്കൊരു കണ്ടെയ്നർ സ്പോൺ ചെയ്താലോ? അതെ, കണ്ടെയ്നർ സ്പോൺ ചെയ്യാം. അതിന് മുമ്പേ MOD അടിച്ച് മോഡ് ഓൺ ചെയ്യണം. ഓക്കെ, ഇനി C1 അടിച്ചിട്ട് കണ്ടെയ്നർ സ്പോൺ ചെയ്യാം. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ കാതിന് എന്തുവാടേ പറ്റിയേ. കുഴപ്പമില്ല, നമുക്ക് സ്കെയിലൊന്നും ചെയ്യണ്ട. അയ്യോ, റൊട്ടേറ്റ് ചെയ്യണം. എൻ്റെ കാത് തനിയെ മൂയിക്കോളും. അയ്യോ, ഇനി നമുക്ക് അയ്യോ ഇത് ഗ്ലിച്ചായി ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ട്രെയിനിന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ ഫൺ ട്രാക്കൊക്കെ പൊട്ടിച്ച് വരുന്നുണ്ട്. നമുക്കപ്പോൾ DON ഓൺ ചെയ്യാം. അല്ല വേണ്ട, എന്താ DON. ഓക്കെ, എൻ്റെ പൊന്നെ ഇത് ഭയങ്കര പൊട്ടിത്തെറി കിടക്കുന്ന ഗ്ലിച്ച് എനിക്ക് മനസ്സിലായില്ല. ഇത് ട്രെയിൻ പോയിട്ടാണ് ഇടിക്കുമ്പോൾ എന്ത് ഗ്ലിച്ച് സംഭവിക്കാനാ? ഒരു ഗ്ലിച്ച് സംഭവിച്ചില്ല ഗൈസ്. ട്രെയിൻ പതിയെ അതിൻ്റെ അകത്തൂടെ തന്നെ പോയി. നില്ല്. ബ്രേക്ക് എൻ്റെ പൊന്നെ, ബ്രേക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ ബസ്റ്റഡ് ആയിട്ടുള്ള മിത്താണ്. അപ്പോൾ ഈ മിത്ത് ബസ്റ്റഡായി. അപ്പോൾ നമുക്ക് അടുത്ത മിത്തിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബീച്ച് സൈഡിൽ പോകാനാണ് അടുത്ത മിത്ത് പറയുന്നത്. അയ്യോ, ഈ വണ്ടിക്ക് കൺട്രോളും കിട്ടുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഡിഫൻഡറിൻ്റെ കൺട്രോളൊക്കെ വലിയ മോശമാണ്. അതെൻ്റെ അടുത്ത് ചോദിക്കല്ലോ, വല്ലാത്ത മോശം പിടിച്ച് പോയി കൺട്രോളൊക്കെ. എന്തെങ്കിലും ആട്ടെ, നമുക്കപ്പോൾ ബീച്ചിൽ പോകാം. ബീച്ചിൽ പോകാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു ചെയ്താൽ. എൻ്റെ പൊന്നെ, ഈ ഡിഫൻഡറിന് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ഡിഫൻഡർ എടുക്കാം ഗൈസ്. എന്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ എല്ലാ ഡിഫൻഡറിൻ്റെയും കൺട്രോളും വല്ലാതെ മോശം. അത് ഡിഫൻഡറിന് എന്തോ ഗ്ലിച്ച് പറ്റി ബാക്കി കാസൊക്കെ ആഡ് ചെയ്തപ്പോൾ അത് സ്റ്റുഡിയോക്ക് ശരിയാക്കണം. അപ്പോൾ നമ്മുടെ ഗെയിം ഡെവലപ്മെൻറ്റ് ചാലഞ്ചേഴ്സിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. എൻ്റെ അമ്മച്ചി, എൻ്റെ ഡിഫൻഡർ ഇപ്പോൾ പൊളിയുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമ്മുടെ ബീച്ചിലടുത്തെന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ മിത്താണ്. നോക്കാം. എന്തോ ബൈക്കൊക്കെ വേണം. ഈ ഡിഫൻഡർ ഒന്നിനും കൊള്ളൂല. പണ്ട് എനിക്ക് ഡിഫൻഡർ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഗെയിമിൽ ബഗ്. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ എടുക്കണം? ഫോട്ടോ അല്ല, ഇത് ബൈക്ക് കവാസാക്കി ZX10 ആണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിലോട്ട് ഓടിച്ച് കയറ്റണം. നമുക്ക് ഈ ഗെയിമിൽ ഈ ബഗ്ഗാണ്. നമുക്ക് വെള്ളത്തിൽ ബൈക്ക് ഓടിക്കാം, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കയറാനാണ് പറയുന്നത്. എന്തോ ഗ്ലിച്ച് സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ ഇടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? എന്തൊരു ഗ്ലിച്ച് സംഭവിച്ചെന്ന് മനസ്സിലാക്കണം. ഗ്ലിച്ച് ഞാനിത് പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ബസ്റ്റാവോ നോക്കാം. ഇനി മാജിക്കൊന്നും ഇപ്പോൾ സംഭവിച്ചില്ല. ഇതെന്ത് ഗൈസ്? നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന. നമുക്ക് വെപ്പൺസ് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വെള്ളത്തിലാണോ? ബൈക്ക് എടുക്കാം ഗൈസ്. നമ്മളിപ്പോൾ വെള്ളത്തിലാണോ? നമുക്ക് ഇടിക്കാനൊക്കെയുള്ള ചിഹ്നം കൊണ്ട് അതിന് ശരിയാവൂടേ. നമ്മളിപ്പോൾ വെള്ളത്തിലാണ്. ഇപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ഓടിച്ച് ചാടിയാ ഇപ്പോൾ ഇയാൾ വീഴുന്നുണ്ട്. ഇപ്പം ശരിയായി കാണും ഗൈസ്. നീന്തുന്നോ? അപ്പോൾ നമുക്കിനി അടുത്ത മിത്തിലോട്ട് ഗൈസ്. അടുത്ത മിത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് വതുക്കാവുന്നൊരു വട്ടുപിടിച്ച മിത്താണ്. നമുക്ക് നോക്കാം വതുക്കാവുമെന്ന്. അപ്പം ഞാൻ ഡിഫൻഡർ എടുത്തിട്ടുണ്ട്. എന്താ ഇത്? വണ്ടിയുടെ പേരും മറന്നുപോയി. അയ്യോ ഗൈസ്, വണ്ടിയുടെ പേരെന്തുവായിരുന്നു? അയ്യോ, ബാലൻസ് കിട്ടുന്നില്ല. അതാ കുഴപ്പമില്ല. ഇത് സ്കോർപിയോ എന്നാണെന്ന് തോന്നുന്നു. അല്ല, ഫോർച്യൂണർ എന്നാന്ന് തോന്നുന്നു. ഫോർച്യൂണർ തന്നെ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഗ്ലിച്ചിന് നമുക്ക് ആദ്യം ഇത് പൊട്ടിക്കണം. ഈ സാധനം ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കമ്പിയും പോസ്റ്റും ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ സാധനമൊക്കെ പൊട്ടിക്കണം. അയ്യോ അണ്ണ, മഴയെന്ന് അതല്ലെങ്കിൽ പോലീസ് എന്നെ പിടിക്കാൻ വരും.
എനിക്ക് വയ്യ സ്റ്റാറിൻ്റെ ലെവൽ വരെ. ഓക്കെ, രണ്ടും കത്തി. ഇനി സ്റ്റിക്കി ബോബ് നരന്നിടണം. അയ്യോ പൊട്ട്. ഭാഗ്യം. ഇതിന് പിന്നെ നമുക്കിത് മാഞ്ഞു പോകുന്നു. എനിക്ക് അതിൻ്റെ ഗ്ലിച്ച് എന്തോ നിറയെ സ്റ്റിക്കി ബോംബ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. നിറയെ ഇടണം ഗൈസ്. ഞാൻ ഇതിലാണ് കൂടുതൽ നിറച്ചത്, രണ്ടാമത്തേൽ. എന്തെങ്കിലും ഓട്ടോ. അപ്പോൾ നമുക്ക് മിത്തിൽ എന്താണ്, അയ്യോ ഇത് മാഞ്ഞു പോയ പ്രശ്നമാവുമെന്ന് തോന്നുന്നു. കുറച്ച് ദൂരെ പോയിട്ട് നമുക്കിതെടുക്കണം. റോക്കറ്റ് ലോഞ്ചർ ഇതിനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ വിടണമെന്നാണ് പറഞ്ഞത്. ഇത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു മിത്താണ്, അത് മനസ്സിലായി. എന്തിനാ വിടുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തിനോ വിടണം, അതറിയാം. എന്താ മാജിക്ക് സംഭവിക്കും, അതാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ മിത്ത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ വലുതായിട്ട് മാജിക്കൊന്നും സംഭവിക്കുന്നില്ല. അവിടെ വീണ്ടും ഇട്ടിട്ട് അതിനൊന്നും പറ്റുന്നില്ല. അത് വേറെ കാര്യം. ഇനിയും കൂടുതൽ എഴുതിയിടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് നമുക്കങ്ങ് ബസ്റ്റ് ചെയ്താലോ? ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ മിത്തും ബസ്റ്റേഡ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ് ഒന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ ഇതേപോലത്തെ കൂടുതൽ മിത്ത് ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മുന്നേ നമ്മുടെ വണ്ടി ഇവിടെ കുടങ്ങി ലിഫ്റ്റ് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.